ആ പണ്ഡിതന്റെ മനസ്സിലുള്ള വേജാറ് സ്വന്തം മക്കളെ വയറ് നിറയ്ക്കലല്ല, മർക്കസിലെ ആയിരക്കണക്കിന് യതീമുകളുടെ വേജാറാണ്. മർക്കസു സഖാഫത്തി സുന്നിയയിൽ ഒരു മാസം 1.5 കോടിയാ ചെലവെങ്കിൽ കേരളത്തിന്റെ പുറത്ത് മർക്കസ് ഏറ്റെടുത്ത് നടത്തുന്ന ദഅവാ പ്രവർത്തനങ്ങൾക്ക് ആ പണ്ഡിതൻ ചെലവഴിക്കുന്ന കാശിന്റെ കണക്കറിയുമോ? അത് 3.5 കോടി രൂപയാണ് കേട്ടോ. ആ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുമോ? അല്ലാഹു തആല സുൽത്താനുൽ ഉലമക്ക് നൽകിയ കറാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറാമത്ത് ഈ വാർദ്ധക്യത്തിലും ദീനിന്റെ ദഅവത്തിന് കോട്ടം തട്ടാതെ അദ്ദേഹം നടത്തുന്ന യാത്രകൾ തന്നെയാ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. രാത്രിയിലും പകലും അദ്ദേഹം ഉമ്മത്തിലാ ജീവിക്കുന്നത്. രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാൽ ഈ ഉമ്മത്തിന്റെ വിവിധങ്ങളായ വേദന അനുഭവിക്കുന്ന സാധാരണക്കാരുടെ സങ്കടങ്ങളാ. വീടും സമൂഹത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതും യാത്ര ചെയ്യുന്നതും ഈ ഉമ്മത്തിന് വേണ്ടിയാ. രാത്രി അതാ 5ഉം 6ഉം പരിപാടി കഴിഞ്ഞ് അർദ്ധരാത്രി വീട്ടിലെത്തിയാൽ തന്റെ കാലൊന്ന് നിവർത്തി കടക്കാൻ കൊതിക്കുന്ന കാന്തപുസ്തകത്തിൽ അവിടത്തെ ഭാര്യയുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം കുടിച്ചുറങ്ങാനൊരുങ്ങുമ്പോൾ ആ ഭാര്യതാ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ മറുകൈയിൽ ആ ഭാര്യ കൊടുക്കുന്നതൊരു കെട്ട് കത്തുകളാ. രാവിലെ ഉസ്താദിനെ പ്രതീക്ഷിച്ചു വന്ന വിധവകളായ ഉമ്മമാര് വീടില്ലാത്ത സങ്കടം പറഞ്ഞതാ. കിഡ്നി നഷ്ടപ്പെട്ട രോഗികളുടെ കഥ പറഞ്ഞു വന്ന ഉമ്മമാരുടെ കഥകളാ. വിവാഹപ്രായമെത്തി കല്യാണത്തിന് കാത്തിരിക്കുന്ന കുടുംബത്തിന്റെ കണ്ണുനീരുകളാണ്. ആ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഈ സമുദായത്തിന്റെ സങ്കട അരജികൾ അർദ്ധരാത്രി തന്റെ കയ്യിലേക്ക് ഭാര്യ നീട്ടുമ്പോൾ സ്വന്തം വേദന മറന്നുകൊണ്ട്, സ്വന്തം വിശ്രമം മറന്നുകൊണ്ട് ആ കത്തുകൾ ഓരോന്നും തന്റെ ഖാദിമിന്റെ കൈകളിലേക്ക് നൽകിയിട്ട് ആ ബെഡിലിരുന്ന് ഈ ഉമ്മത്തിന്റെ വേദനകളൊക്കെയും കേട്ട് വായിച്ചറിഞ്ഞ് ഈ ഉമ്മത്തിന്റെ വേദന കേട്ടിട്ടല്ലാതെ സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടുവരാന്തയിലെത്തുന്ന ഉമ്മത്തിൽ നിന്ന് സങ്കടങ്ങളാ അദ്ദേഹം കേൾക്കുന്നത്. ആ ഉമ്മത്തിന്റെ സങ്കടത്തിന്റെ പരിഹാരങ്ങളാ അവിടെ നിന്ന് ചിന്തിക്കുന്നത്. അതാ പരിഹാരത്തിന് വേണ്ടിയാ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ആ പരിഹാരത്തിന് വേണ്ടിയാ അദ്ദേഹം യാത്ര ചെയ്യുന്നത്. അർദ്ധരാത്രി ഉറങ്ങുന്നതിന്റെ മുമ്പ് തന്റെ ബെഡിലേക്ക് ചായുന്നതിന്റെ മുമ്പ് പോലും ആ ഉമ്മത്തിന്റെ വേദന കേട്ടിട്ടാ ആ പണ്ഡിതൻ ഉറങ്ങുന്നത്. വതആവനൂ അലൽ ബിർരി വത്തഖ്വാ വലാ തആവനൂ അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഓ മുസ്ലിം ചെറുപ്പക്കാരാ, സംഘടനാ തർക്കങ്ങൾ നമുക്ക് ആരോഗ്യകരമാക്കി മാറ്റിക്കൂടെ? സംഘടനാ തർക്കങ്ങൾ നമുക്ക് വൈജ്ഞാനികമാക്കിക്കൂടെ? സംഘടനാ തർക്കങ്ങൾ നമുക്ക് ക്രിയാത്മകമാക്കിക്കൂടെ? പ്രബോധനമെന്നാൽ അത് സംഹാരമല്ല, പ്രബോധനമെന്നാൽ അത് നിർമ്മാണമാ, പ്രബോധനമെന്നാൽ അത് നിഷ്ക്രിയത്വമല്ല, പ്രബോധനമെന്നാൽ അത് ക്രിയാത്മകമാണ്. അല്ലാഹു തന്ന ആയുഷ്കാലത്തിൽ ഖൈറ് ചെയ്തോളൂ, ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരുന്നോളൂ. റബ്ബിന്റെ മുന്നിൽ കൈകടിക്കുന്ന കാലഘട്ടത്തിലെ ദുരന്തത്തെക്കുറിച്ച് ആലോചിച്ചോളൂ. അല്ലാഹു നമുക്കെല്ലാവർക്കും നല്ല ബുദ്ധി നൽകട്ടെ.